ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12 പഞ്ചവത്സര പദ്ധതികളും PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ USSRൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഓക്കെ, പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1951 ഡിസംബർ 8-നാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതെന്ന് ചോദിച്ചാൽ വ്യവസായത്തിനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് കൃഷിക്കായിരുന്നു. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏറ്റവും അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് 12ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരുന്നു CD ദേശ്മുഖ്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 4ാമത്തെ പഞ്ചവത്സര പദ്ധതി. ജനകീയ ആസൂത്രണം തുടങ്ങിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് ചോദിച്ചാൽ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ജനകീയ ആസൂത്രണം തുടങ്ങിയത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് അതായത് DD ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് DD ധർ മോഡൽ എന്ന് അറിയപ്പെട്ടത്. മഹാത്മാഗാന്ധി മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ 6ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹാത്മാഗാന്ധി മോഡൽ എന്നറിയപ്പെട്ടത്. ആധാർ നടപ്പിലാക്കിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആധാർ നടപ്പാക്കിയത്. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ് റാവു മൻമോഹൻ മോഡൽ എന്ന് പറഞ്ഞത്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്? 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. ഇത് PSC ഒരു പ്രാവശ്യം ചോദിച്ചതുമാണ്. അതേപോലെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മക്കളെ? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് ബോംബെ പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളി, അതാണ് ജോൺ മത്തായി. ബോംബെ പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ജോൺ മത്തായി. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയ. ഓക്കെ, അപ്പോ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ മൊണ്ടേഗു സിംഗ് അലുവാലിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്കിടയിലെ ആദ്യത്തെ ഇടവേള എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1966 മുതൽ 1969 വരെ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതെന്ന് ചോദിച്ചാൽ 8ാം പദ്ധതിയുടെ സമയത്താണ്. വനിതാ വികസനം എന്ന നിലയിൽ നിന്ന് വനിതാ ശാക്തീകരണം എന്ന നിലയിലേക്ക് സമീപനത്തിൽ മാറ്റം വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പദ്ധതി. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ അതായത് പ്രയോറിറ്റി നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത് എത്ര കോടി രൂപയായിരുന്നു എന്ന് ചോദിച്ചാൽ 2069 കോടി രൂപയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത്. പിന്നീട് 2378 കോടി ഉയർത്തി ആണ് ആ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞത്. ഓക്കെ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നല്ലൊരു ചോദ്യമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാകും മുമ്പ് മൊറാർജി ദേശായി അവസാനിപ്പിച്ചത്? അത് 5ാം പദ്ധതിയാണ്. മാനവശേഷി വികസനം പ്രാധാന്യ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ്
എട്ടാം പഞ്ചവത്സര പദ്ധതി. മാനവശേഷി വികസനം പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 1951. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഫക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 3.6 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്ര ശതമാനം? 3.6. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2.1 ആണ്. അതിനേക്കാൾ കൂടുതലാണ് എന്ത് ചെയ്തത്? കൈവരിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. മൊറാർജി സർക്കാർ നടപ്പിലാക്കിയ ആറാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി പുതിയ ആറാം പദ്ധതി നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിരുന്നു PC മഹലനോബിസ്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ വിശ്വേശ്വര അയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 1974 ഏപ്രിൽ 1 ആരംഭിച്ച ഏതു പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരുന്നതിന് മുമ്പ് 1978 അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പദ്ധതിയാണ്. 1950 മുതൽ 1980 വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഹിന്ദു വളർച്ചാ നിരക്ക്. മിനിമം നീഡ്സ് പ്രോഗ്രാം തയ്യാറാക്കിയ വ്യക്തി അതാണ് DP ഥർ ആണ് മിനിമം നീഡ്സ് പ്രോഗ്രാം തയ്യാറാക്കിയത്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവാണ് രാജ് കൃഷ്ണ. അപ്പോൾ രാജ് കൃഷ്ണയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെന്റ് രൂപം നൽകിയ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 1944-46 കാലയളവിൽ നേതൃത്വം നൽകിയത് KC നിയോഗി. ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം എന്ന് ചോദിച്ചാൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിര വികസനം. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 11ാം പദ്ധതി. രാജ്യവികസനത്തിന്റെ താക്കോൽ എന്ന നിലയിൽ ഭൂരിപക്ഷ ഭൂപരിഷ്കരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ രാജ്യവികസനത്തിന്റെ താക്കോൽ എന്ന നിലയിൽ ഭൂപരിഷ്കരണത്തിന് ഊന്നൽ നൽകിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? മുൻ സോവിയറ്റ് യൂണിയന്റെയാണ് ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി കുടുംബാസൂത്രണ ക്ലിനിക്ക് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ച കാലഘട്ടമാണ് 1978 മുതൽ 1980 വരെ. ഇന്ത്യയിലെ ആദ്യത്തെ കുടുംബാസൂത്രണ ക്ലിനിക്കിന്റെ സ്ഥാപകനാണ് RD കാർവേ. അപ്പോൾ RD കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കുടുംബാസൂത്രണ ക്ലിനിക്കിന്റെ സ്ഥാപകൻ. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പദ്ധതി. ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഇൻസെന്റീവ് അഗ്രികൾച്ചർ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്? ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത് 3ാം പദ്ധതിയുടെ കാലത്താണ്. ഹരോഡ് ഡോമർ മോഡലിന്റെ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാമത്തെ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പദ്ധതി. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ. അപ്പോൾ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 3ാം പദ്ധതി. ഡോക്ടർ KN രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ ഇക്കണോമിസ്റ്റ് എന്ന നിലയിലാണ് ഡോക്ടർ KN രാജ് പ്രസിദ്ധൻ. ഇനി സാമ്പത്തിക രംഗവും കമ്മിറ്റികൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നബാർഡ് രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി വേണമെങ്കിൽ ചോദിക്കാം. ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ് രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി.
ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1968 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് ഭൂതലിംഗം കമ്മിറ്റി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. SBI രൂപവൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഗോർവാല കമ്മിറ്റി. അപ്പോൾ ഗോർവാല കമ്മിറ്റി താഴെ പറയുന്നവയിൽ എന്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SBI രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായി രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. പേയ്മെന്റ് ബാങ്കുകളുടെ രൂപവൽക്കരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് നച്ചികേത് മോർ കമ്മിറ്റി. കേൽക്കർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നികുതി ഘടനാ പരിഷ്കരണം. ദ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത് കാർവേ കമ്മിറ്റിയാണ്. ദ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന് അറിയപ്പെടുന്ന കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏതിൻ്റെ അകത്ത് പഞ്ചവത്സര പദ്ധതികളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം ഇതൊന്ന് കേട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളില്ലാത്ത ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു എക്സാം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഉറപ്പായിട്ടും 1 മാർക്കിനെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, കിടിലമായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അങ്ങനെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.